ഹലോ. കഴിഞ്ഞ വർഷം വെച്ച ഏത്തവാഴയിൽ നിന്നും ഇപ്രാവശ്യം ഒരു കുല ഏത്തയ്ക്ക കിട്ടി. അത്യാവശ്യം നല്ല സൈസിൽ തന്നെയാണ് കിട്ടിയത്. ഈ കുലയിൽ നിന്നും കിട്ടിയ അവസാനത്തെ കുറച്ച് പഴം വെച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഹലോ തിന്നാനൊരു മോഹം. അപ്പോഴൊന്നും നോക്കിയില്ല. അതിനായി തൊലി കറുത്ത പഴമെടുത്തിട്ട് നന്നായി മിക്സിയുടെ ജാറിലിട്ട് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലെടുക്കണം. ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അത് കഴിഞ്ഞിട്ട് ഇത്രയും വലുപ്പമുള്ള ഒരു ശർക്കര എടുക്കണം. ആവശ്യത്തിന് നമ്മളെടുക്കുന്ന പഴത്തിനനുസരിച്ചുള്ള ശർക്കര എടുക്കണം. അത് എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ ശർക്കരയ്ക്ക് പറ്റിയ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പം നമ്മുടെ ശർക്കര അവിടെ കിടന്ന് ഉരുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കണം. അതിനുശേഷം നമ്മളിപ്പോൾ അരച്ച് വെച്ച പഴമില്ലേ അതൊന്നും ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കണം. നല്ല രീതിയിൽ തന്നെ ഇളക്കണം. അലുവയാണല്ലോ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇളക്കണം. കൈയൊക്കെ ഒരു പരുവമാവും. പക്ഷെ അധികം നേരം നമ്മുടെ മറ്റേ അലുവയെ പോലെ നല്ല രീതിയിലൊന്നും ഇളക്കേണ്ട കാര്യമില്ല. കുറച്ചൊക്കെ ഒന്ന് ഇളക്കിയാൽ മതിയായിരിക്കും. പിന്നെ അധികം നെയ്യുടെ ഒന്നും ആവശ്യമില്ല. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ആവശ്യം വരുന്നുള്ളൂ. ഇപ്പം നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതൊന്ന് അരിച്ചൊഴിക്കുക. ഈ ശർക്കരയ്ക്ക് വലിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിക്കുന്നൊന്നുമില്ല. ഇത് ഡയറക്റ്റ് അങ്ങ് ഒഴിക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഇങ്ങനെയൊക്കെ തോന്നും, കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് സെറ്റായിട്ട് വരും. നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്താൽ ഇങ്ങനെ തിളച്ച് ബബിളൊക്കെ വന്നിങ്ങനെ പൊട്ടി പൊട്ടി വരും. ഇത് കുറച്ചും കൂടി ഒന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കുക. ഈ ഒരു പരുവമൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ പൊട്ടി പൊട്ടി തുടങ്ങും. നമ്മുടെ ദേഹത്തൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് മാറി നിന്നിട്ട് ഇളക്കുന്നതായിരിക്കും നല്ലത്. നല്ല രീതിയിലൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ നെയ്യ് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നട്ട്സ് ഇടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നല്ല ഏലക്ക പൊടിച്ചതും ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ഇടാം. മുന്തിരി വേണമെങ്കിൽ ഇടാം, അണ്ടിപ്പരിപ്പിടാം, ഏത് വേണമെങ്കിലും ഇടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. കുറച്ച് ഏലക്കപ്പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അലുവ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി നമ്മുടെ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടൊന്ന് തൂക്കി നല്ല രീതിയിലൊക്കെ ആക്കി ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് 2-3 നട്ട്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ.